ഇന്ന് പഞ്ചായത്ത് പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ കായണ്ണ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പ്രസിഡന്റ് CK ശശിയുണ്ട്. സ്വാഗതം ശ്രീ ശശി. സ്വാഗതം. കായണ്ണ പഞ്ചായത്ത് ഒരു മലയോര മേഖലയാണ്. മലയോര മേഖല ആയതുകൊണ്ട് തന്നെ ഒരു കാർഷിക മേഖല കൂടിയാണ്. കാർഷിക മേഖലയിൽ ഏതൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? കാർഷിക മേഖലയിൽ ഇവിടെ തെങ്ങ്, കവുങ്ങ്, റബ്ബർ ഇതാണ് പ്രധാനമായും നാണ്യവിളകൾ. നെല്ല്, അതുപോലുള്ള മറ്റ് പച്ചക്കറി കൃഷി, ഇടവിള കൃഷി ഇതിനെല്ലാം തന്നെ ഗ്രാമപഞ്ചായത്ത് എല്ലാ വർഷവും പദ്ധതി വെച്ച് വളം നൽകാറുണ്ട്. അതുപോലെ അത്യുൽപാദന ശേഷിയുള്ള തൈകൾ, വിത്തുകൾ എല്ലാം നൽകാറുണ്ട്. കർഷക കൂട്ടായ്മകൾ രൂപീകരിച്ചാണ് പച്ചക്കറി കൃഷി സംഘടിപ്പിക്കുന്നത്. ആ നിലയിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ സംഘടിപ്പിച്ചു വരുന്നത്. തീർച്ചയായിട്ടും കാർഷിക മേഖലയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കായണ്ണ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതുപോലെ തന്നെ 23 ചെറുകിട കുടിവെള്ള പദ്ധതിയാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്. എങ്ങനെയാണ് ഈ പദ്ധതികളൊക്കെ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? കുടിവെള്ള പദ്ധതികൾ ഫണ്ട് പഞ്ചായത്ത് വകയിരുത്തുന്നു. ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഇവരുടെയൊക്കെ തന്നെ സഹായത്തോടു കൂടി ആണ് ഈ ഫണ്ടെല്ലാം ഞങ്ങൾ വകയിരുത്തിയിട്ടുള്ളത്. നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ ഗുണഭോക്താക്കളുടെ കമ്മിറ്റി വിളിച്ചു ചേർത്ത് അവരെ പദ്ധതി ഏൽപ്പിക്കുകയാണ് പതിവ്. അവരും പഞ്ചായത്തുമായി ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ആ പദ്ധതികളെല്ലാം ഏറ്റവും ഭംഗിയായി നടന്നു വരുന്നത്. തീർച്ചയായിട്ടും കായണ്ണ ഗ്രാമപഞ്ചായത്ത് ഒരു കാർഷിക മേഖലയാണ്. കാർഷിക മേഖല ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്നുണ്ടോ? ഈ ഒരു പ്രശ്നത്തിന് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കാര്യമായി വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളൊന്നും ഇല്ല. എങ്കിലും ഈ പന്നി വന്ന് ഈ വാഴ അതുപോലെ ഇടവിള കൃഷിയെല്ലാം നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതിന് ഫലപ്രദമായി ഞങ്ങൾ ഇവിടെ ഷൂട്ടർമാരെ നിയോഗിച്ച് അത് കണ്ടാൽ വെടിവെച്ച് കൊല്ലുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. തീർച്ചയായിട്ടും സ്ത്രീ ശാക്തീകരണ രംഗത്ത് നിരവധി പ്രവർത്തനങ്ങളാണ് കായണ്ണ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. സ്ത്രീകൾക്ക് സ്വയം തൊഴിലിനുള്ള പ്രത്യേക കേന്ദ്രമടക്കം ഗ്രാമപഞ്ചായത്തിലുണ്ട്. ഒരു മാതൃകാ CDS എന്നടക്കം അറിയപ്പെടുന്നുണ്ടല്ലോ. അതെ, ഇവിടെ മോഡൽ CDS ആയിട്ടാണ് കായണ്ണ ഗ്രാമപഞ്ചായത്തിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. എല്ലാ തരത്തിലും കുറ്റമറ്റ നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. സ്ത്രീ ശാക്തീകരണം എന്നുള്ള നിലയിൽ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. എല്ലാ വർഷവും കുടുംബശ്രീ കലാമേളകൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ 142 തൊഴിൽ സംരംഭങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇതിൽ എടുത്തു പറയത്തക്ക തൊഴിൽ സംരംഭങ്ങൾ കേരള ചിക്കൻ, അതുപോലെ മത്സ്യവിതരണ കേന്ദ്രം, പച്ചക്കറി കിയോസ്കി തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ കേന്ദ്രങ്ങൾ, കുടുംബശ്രീ ഹോട്ടലുകൾ, പിങ്ക് കഫേ, മില്ലറ്റ് കഫേ ഇതെല്ലാം തന്നെ ഏറ്റവും നല്ല നിലയിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് കായണ്ണ. തീർച്ചയായിട്ടും സ്ത്രീ ശാക്തീകരണ രംഗത്തടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. ആരോഗ്യരംഗത്ത് പാലിയേറ്റീവ് പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടലിലൂടെ പ്രവർത്തിക്കുന്നത്? പാലിയേറ്റീവ് രംഗത്താണെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു ടീം പ്രവർത്തിക്കുന്നുണ്ട്. പാലിയേറ്റീവ് നേഴ്സിന് പുറമെ ആശാ വർക്കർമാരുടെ സേവനം, അതോടൊപ്പം തന്നെ ഒരു വാർഡിൽ പരിശീലനം ലഭിച്ച 10 വളണ്ടിയർമാർ ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി നിലവിൽ പ്രവർത്തിച്ചു വരികയാണ്. ഒരു രോഗിക്ക് ഒരു വളണ്ടിയർ എന്നുള്ള നിലയിൽ ആ രോഗിയുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയും സമൂഹത്തിന്റെ പിന്തുണ ആവശ്യമായ ഘട്ടത്തിൽ അത് സാധ്യമാക്കുന്നതിനും അവർക്ക് ആവശ്യമായ പരിചരണങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുമെല്ലാം ഈ ടീം വർക്കിലൂടെ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു കൂട്ടായ പരിശ്രമം തന്നെയാണ് ഇത്തരത്തിലുള്ള വിജയത്തിനും എല്ലാ ഗ്രാമപഞ്ചായത്തിനെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ മാലിന്യ സംസ്കരണ രംഗത്ത് എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്? ഹരിതകർമ്മസേന അംഗങ്ങളെ ഉപയോഗിച്ച് MCF ബയോബിന്നുകളൊക്കെ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നുണ്ടോ? ഞങ്ങൾ ഏറെ വ്യത്യസ്തമായ ഒരു പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് എല്ലാ വീടുകളിലും സോക്ക് പിറ്റും കമ്പോസ്റ്റ് പിറ്റും NREG പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഞങ്ങളുടെ പഞ്ചായത്തിന്റെ ഒരു പ്രത്യേകത. നിലവിൽ ഒരു MCF എല്ലാ സൗകര്യങ്ങളും ഉള്ള MCF പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു MCFന്റെ പ്രവർത്തി പൂർത്തിയായി വരികയാണ്. ഒരു RRFന്റെ പ്രവർത്തനവും പൂർത്തിയായി വരികയാണ്. എല്ലാ ടൗണുകളിലും പൊതുസ്ഥലങ്ങളിലുമെല്ലാം ഞങ്ങൾ പീകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥാപനങ്ങളിലും ഈ കമ്പോസ്റ്റ് പിറ്റും സോക്ക് പിറ്റും നിർമ്മിച്ചു കഴിഞ്ഞു. എല്ലാ അർത്ഥത്തിലും 26 അംഗങ്ങളുള്ള ഹരിതകർമ്മ സേനയാണ് പഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്നത്. 13 വാർഡുകളാണ് ഞങ്ങൾക്കുള്ളത്. സ്വന്തമായി വാഹനമുണ്ട്. എല്ലാ അർത്ഥത്തിലും കുറ്റമറ്റ നിലയിലാണ് ഇവരുടെ പ്രവർത്തനം നടന്നു വരുന്നത്. തീർച്ചയായിട്ടും കുട്ടികളെ ഉൾപ്പെടുത്തി ഹരിതസഭയടക്കം സംഘടിപ്പിക്കുന്നുണ്ട് പഞ്ചായത്തിൽ, അല്ലേ?
അതെ അതെ, ഹരിതസഭ സംഘടിപ്പിക്കുന്നു. അതുപോലെ ഞങ്ങളെ BMCയുടെ പ്രവർത്തനം അതിശക്തമാണ്. ഇപ്പം തന്നെ BMCയുടെ പ്രവർത്തനം എല്ലാം പരിഗണിച്ച് കേരളത്തിൽ തന്നെ അതിന് അവാർഡിന് അർഹമാക്കുന്നതിന് വേണ്ടി 20 പഞ്ചായത്തുകളെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ജൈവ വൈവിധ്യ സംരക്ഷണവും ഇതെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു മേഖലയാണ് എന്നുള്ളത് കൊണ്ട് ആ മേഖലയെ ഞങ്ങൾ അതിശക്തമായി മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം തന്നെയാണ് കായണ്ണ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഭവന നിർമ്മാണ പദ്ധതി ഗ്രാമപഞ്ചായത്തിൽ എത്രത്തോളമാണ് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഭവന നിർമ്മാണ രംഗത്ത് ഞങ്ങൾക്ക് 162 ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചു. ഏതാണ്ട് 40-ൽ താഴെ ആളുകൾ, അത് വീടില്ലാത്തവരല്ല, നിലവിൽ വാസയോഗ്യമായ വീടല്ലാത്ത 40-ൽ താഴെ ആളുകൾ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് കൂടി ഇപ്പോൾ ഒരു സർവേ നടത്തി ഞങ്ങൾ മെയ് മാസത്തോടു കൂടി അഗ്രിമെന്റ് വെക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. SC വിഭാഗത്തിലും ST വിഭാഗത്തിലും ഒറ്റയാൾ പോലും വീടില്ലാത്ത ആളുകളില്ല എന്നുള്ള പ്രത്യേകതയും ഉണ്ട്. തീർച്ചയായിട്ടും വേനൽക്കാലമാണ്, കുടിവെള്ളക്ഷാമമൊക്കെ രൂക്ഷമാകുന്ന ഒരു കാലഘട്ടമാണ്. പഞ്ചായത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുടിവെള്ളക്ഷാമം ഉണ്ടാകുന്നുണ്ടോ? ഈ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഗ്രാമപഞ്ചായത്ത് എത്രത്തോളമാണ് ഇടപെടുന്നത്? ഞങ്ങൾ കാലേക്കൂട്ടി തന്നെ കുടിവെള്ളം വാഹനത്തിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ടെൻഡർ വെച്ചു. ആ ഒരു ആളെ ഞങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതിന് എപ്പോ കുടിവെള്ളത്തിന്റെ പ്രയാസങ്ങൾ ഏതെങ്കിലും ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ വാഹനത്തിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എല്ലാം ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വയോജനങ്ങൾക്ക് ഭിന്നശേഷിക്കാർക്കുള്ള വികസന പദ്ധതികൾ എന്തൊക്കെയാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? വയോജന ക്ഷേമ ഏറ്റവും ഫലപ്രദമായി ഞങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പാക്കി വരികയാണ്. 50 വീടുകൾക്ക് ഒരു കമ്മിറ്റി, 7 അംഗങ്ങളുടെ ഒരു കമ്മിറ്റിയാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ 50 വീടുകളും ചേർന്ന് ആ 7 അംഗങ്ങളെല്ലാം ചേർന്ന് വാർഡ് തലത്തിൽ 9 അംഗങ്ങളുടെ ഒരു കമ്മിറ്റി തെരഞ്ഞെടുക്കുന്നു. ഈ 9 അംഗങ്ങൾ എല്ലാ വാർഡുകളിലെ സമ്മേളിച്ച് 11 അംഗങ്ങളുള്ള ഒരു പഞ്ചായത്ത് തല കമ്മിറ്റിയാണ് വയോജന ക്ഷേമ ശക്തിപ്പെടുന്നതിന് വേണ്ടി പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കുന്നത്. കുടുംബശ്രീ മോഡലിലാണ് ഈ പ്രവർത്തനം നടന്നു വരുന്നത്. ഞങ്ങൾ ഈ തവണ ഒരു വയോജന ഫെസ്റ്റ് സംഘടിപ്പിച്ചു. അത്യാവേശകരമായിരുന്നു ഫെസ്റ്റ്. രാവിലെ തുടങ്ങി രാത്രി ഏതാണ്ട് 12 മണിവരെ ആ കലാപ്രകടനങ്ങൾ നടന്നു. അത് വൈറലായിരുന്നു ഈ പരിപാടികളെല്ലാം എന്നുള്ളതും പ്രത്യേകമായി പറയേണ്ടതുണ്ട്. ഭിന്നശേഷിക്കാരായ 18 പേരാണ് ഞങ്ങളുടെ പഞ്ചായത്തിലുള്ളത്. ഇവർക്ക് വേണ്ടി ഞങ്ങൾ ഈ വർഷം ഒരു ഭിന്നശേഷി സ്കൂൾ, ബഡ്സ് സ്കൂൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുകൂടി അവരുടെ കലാമേള നടത്തിയിട്ടുണ്ട്. അവരുടെ ക്ഷേമവും വളരെ കൃത്യമായി ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടവർ എന്നുള്ള നിലയിൽ അവരെയും കുടുംബത്തിനെയും എല്ലാം പ്രത്യേകമായി ശ്രദ്ധിച്ചും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകിയും മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്, കൂട്ടായ ഒരു വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് കായണ്ണ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. ഗതാഗതം, റോഡ് സൗകര്യങ്ങളൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്? വഴിവിളക്ക് സംവിധാനങ്ങളൊക്കെ 52 കോടി രൂപയുടെ റോഡ് വികസനമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. 3 പ്രധാന റോഡുകളാണ് ഞങ്ങൾക്കുള്ളത്. ആ 2 റോഡുകൾ BMC നിലവാരത്തിലേക്ക് നിർമ്മാണം പൂർത്തിയാക്കി. മറ്റൊരു റോഡിന് 5 കോടി രൂപ ഇപ്പോ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ പെട്ടെന്ന് തന്നെ അതിന്റെ പണിയും ഞങ്ങൾക്ക് ഏറ്റെടുത്ത് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും. ആ നിലയിൽ മറ്റു റോഡുകളെല്ലാം ഏറ്റവും നല്ല നിലവാരം പുറത്തുന്നവ തന്നെയാണ്. തീർച്ചയായും ടൂറിസം മേഖലയ്ക്ക് ഏതെങ്കിലും സാധ്യതയുള്ള ഒരു പ്രദേശമാണോ ഈ കായണ്ണ ഗ്രാമപഞ്ചായത്ത്? ഞങ്ങൾക്കൊരു മുത്താച്ചിപ്പാറ എന്നൊരു പ്രദേശമാണ് ഞങ്ങൾക്ക് ഇതിനൊരു സാധ്യതയുള്ള പ്രദേശം. ഇത് വനംവകുപ്പിന്റെ കീഴിലുള്ള സ്ഥലമാണ്. അതൊരു വലിയ പാറയാണ്. ആ പാറയിൽ നിന്നാൽ നല്ല തണുത്ത കാറ്റ് നമുക്ക് അനുഭവപ്പെടും. അതോടൊപ്പം ഉയർന്ന പ്രദേശമായതുകൊണ്ട് ഏറ്റവും ദൂരമുള്ള സ്ഥലങ്ങളെല്ലാം കാണാൻ സാധിക്കും. മനോഹരമായ ദൃശ്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഞങ്ങൾക്ക് ഇത് ഫോറസ്റ്റിന്റെ സ്ഥലമായതുകൊണ്ടുള്ള പരിമിതികളുണ്ട്. ആ പരിമിതികൾ മറികടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ വനസംരക്ഷണ സമിതി രൂപീകരിച്ച് അതിൻ്റെതായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ആ പരിമിതികളൊക്കെ മറികടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനിയുള്ള ഭാവി വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങളിപ്പം പ്രധാനമായി ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനം ലഹരിക്കെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിനാണ്. ലഹരിക്കെതിരായി ക്യാമ്പയിൻ ഞങ്ങൾ ഈ വേനൽ അവധിക്കാലത്ത്
പ്രത്യേകമായ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ്, വോളിബോൾ കോച്ചിങ് ക്യാമ്പ്, നാടൻ പാട്ട് പരിശീലന ക്യാമ്പുകൾ, മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള ഫോട്ടോഗ്രാഫി പരിശീലനം, മത്സരം, റീൽസ് ചിത്രീകരണം, അതിന്റെ പരിശീലനം, അതിന്റെ മത്സരം, ഡോക്യുമെന്ററി ചിത്രീകരണത്തിന്റെ പരിശീലനം, ആ മത്സരം, അതുപോലെ ഷോർട്ട് ഫിലിമിന്റെ പരിശീലനവും ആ തരത്തിലുള്ള ഒരു മത്സരവും. അപ്പം എല്ലാ വിഭാഗം കുട്ടികളെയും ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ നിലയിൽ ഞങ്ങൾ അതിനുവേണ്ടിയുള്ള സംഘാടക സമിതി എല്ലാം രൂപീകരിച്ച് എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണയോടുകൂടിയാണ് ആ പ്രവർത്തനം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ലാവിറ്റ ഈ ബെല്ല എന്നാണ് ഞങ്ങൾ ഈ ക്യാമ്പയിന് പേര് നൽകിയിട്ടുള്ളത്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, ജീവിതം മനോഹരമാണ് എന്നതാണ് ഈ ക്യാമ്പയിന്റെ മുദ്രാവാക്യം. ഈ ക്യാമ്പയിനുമായി സഹകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ 100 പേരെ സജ്ജരാക്കിയിട്ടുണ്ട്. അവര് ഇതിന് വേണ്ടി ഇതിന്റെ പബ്ലിസിറ്റി എന്നുള്ള നിലയിൽ വിവിധങ്ങളായ റീൽസുകൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ തോതിലുള്ള പബ്ലിസിറ്റിയാണ് ഞങ്ങൾ നൽകുന്നത്. ഈ വിഷയത്തെ മുൻനിർത്തി ഞങ്ങൾ ഈ അജണ്ട മാത്രം വെച്ചുകൊണ്ട് ഗ്രാമസഭകൾ ചേരുകയാണ്. അതോടൊപ്പം തന്നെ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുന്നു. പഞ്ചായത്തിലെ ഇതിന്റെ സ്പോട്ടുകൾ കണ്ടെത്തി അവിടെ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയോടുകൂടി ലഹരിക്കെതിരായി പ്രായോഗിക പ്രവർത്തനങ്ങൾ കൂടി ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇതാണ് ഞങ്ങളെ സംബന്ധിച്ച് പ്രധാനമായ ഒരു കാര്യം. മറ്റൊന്ന്, സ്പോർട്സ് രംഗത്താണെങ്കിൽ കായണ്ണ പഞ്ചായത്തിൽ സച്ചിൻ ദേവ് MLA ഫണ്ടും സ്പോർട്സ് കൗൺസിലിന്റെ ഫണ്ടും ഉപയോഗപ്പെടുത്തി 1.5 കോടി രൂപ ചെലവിൽ ഞങ്ങൾ ഒരു ടറഫിന്റെ പണി ഏതാണ്ട് പൂർത്തിയായി വരികയാണ്. 4 വോളിബോൾ കോർട്ടുകൾ നിലവിലുണ്ട്, അത് നവീകരിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം മറ്റ് കളിസ്ഥലങ്ങൾ കൂടി ലഭ്യമാക്കി എല്ലാവരെയും കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ വെക്കേഷൻ ടൈമിൽ ചെറിയ കുട്ടികൾ സാധാരണ പറമ്പുകളിലൊക്കെ കളിക്കും. അവർക്ക് ആ പ്രദേശത്തെ ആളുകളെ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അവർക്ക് ബോൾ വാങ്ങിക്കൊടുക്കുക, അവർക്ക് ആവശ്യമായ കുടിവെള്ളം ലഭ്യമാക്കുക, എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ ചായയും പലഹാരവും നൽകുക തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഈ വെക്കേഷൻ സമയത്ത് ഞങ്ങൾ പ്രാവർത്തികമാക്കും. അങ്ങനെ എല്ലാവരും കളിയിലേക്കും അതുപോലെ ജീവിതം ആസ്വദിക്കുന്നതിന് വേണ്ടി പഴയ കാലത്ത് ഇതുപോലെ സ്നേഹബന്ധങ്ങളും എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലാണ് ഞങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ എല്ലാ പരിശ്രമങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ കായണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് CK ശശിയാണ് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പങ്കുവച്ചത്. നന്ദി ശ്രീ CK ശശി. ഓക്കെ.